മോനെ വിളിച്ചിന് എല്ലാം കഴിച്ചില്ലായെന്ന് പറഞ്ഞാൽ അതേമാതിരി എൻ്റെ കുട്ടി എടുത്ത് കെത്തി കണ്ടാട്ട മക്കളെ എന്നാലല്ല എനിക്ക് സമാധാനമില്ല. കുട്ടി വന്ന് കണ്ടാൽ ഞാൻ പറയാൻ സന്തോഷിച്ചിരുന്നില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ. ഈ ഉമ്മയുടെ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീർ കൊണ്ടുള്ള ഈ വാക്കുകൾ കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, നമ്മളെല്ലാം അൽഹംദുലില്ലാ ദൈവത്തോട് നന്ദി പറയണം. കാരണം വധശിക്ഷ കാത്തിട്ട് 18 വർഷമായിട്ട് സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ അവിടുത്തെ കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ആ ഉമ്മ പറഞ്ഞൊരു വാക്കുകൾ നോക്കിയോ, എൻ്റെ മോനിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ സന്തോഷം ഉണ്ടാവുള്ളൂ. അതുവരെ ഈ ഉമ്മ ഫാത്തിമ ഉമ്മ കാത്തിരിക്കുകയാണ്. എത്ര വർഷങ്ങളായി. ഒരു ഉമ്മാന്റെ മനസ്സറിയുമ്പോഴേ അതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുള്ളൂ. മക്കൾക്ക് ഇങ്ങോട്ടല്ല, ഉമ്മാർക്ക് അങ്ങോട്ട് മക്കളോടുള്ളൊരു വാത്സല്യമുണ്ട്. അതിൻ്റെ മോനാണ്. ചെയ്യാത്ത അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കുറ്റത്തിന് 18 വർഷമായിട്ട് ഒരു നാട്ടിൽ ജയിലിൽ കഴിയുന്ന ഒരു പൊന്നു മോന് ആ ഒരു നാട്ടിലെ വധശിക്ഷ കോടതി അങ്ങോട്ട് റദ്ദ് ചെയ്തിട്ട് ആ വിവരം കണ്ട് അറിഞ്ഞപ്പോഴും ആ ഉമ്മ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയി. നമ്മളെല്ലാവരും മലയാളികൾ മുഴുവനും ഒത്തൊരുമിച്ചിട്ടാണ് ഈ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് 34-35 കോടി രൂപ സമാഹരിച്ചത്. ആ ഒരു എന്താ പറയാ, ഒരു ബ്ലഡ് മണി ആ ഒരു കൊല്ലപ്പെട്ട അറബി ചെറുക്കന്റെ കുടുംബക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വധശിക്ഷ ഒഴിവാക്കാം എന്നൊരു നിയമം നാട്ടിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ബോച്ചയടക്കമുള്ള ആളുകൾ ഇടപെട്ട് നമ്മൾ 35 കോടി രൂപ മലയാളികൾ ഒരുമിച്ചുണ്ടാക്കി. അതിനൊക്കെ പാര വെക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കൊടുത്തിട്ടും നമ്മൾ ഈ 35 കോടി രൂപ കൈമാറിയിട്ടും അത് ഇന്ത്യൻ എംബസിക്ക് കൈമാറാൻ കുറെ വൈകിപ്പിച്ചു. എന്നിട്ട് അത് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോകാൻ കുറെ വൈകിപ്പിച്ചു. ആ ഒരു കടമ്പകളെല്ലാം കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇപ്പോഴുള്ളത് 20 ദിവസത്തിനകം ആ പൊന്നുമോന് നാട്ടിലെത്തും. അബ്ദുൾ റഹീം തന്റെ ഉമ്മയെ കാണാനെത്തും. ഇന്നലെ ആ ഒരു വധശിക്ഷ റദ്ദാക്കിയിട്ട് കോടതി ഉത്തരവിറക്കിയപ്പോൾ, ആ ഉത്തരവ് കിട്ടിയപ്പോൾ അബ്ദുൾ റഹീം ജയിലിൽ നിന്ന് ഉമ്മാക്ക് വിളിക്കുകയാണ്. ആ ഉമ്മാക്ക് വിളിച്ചിട്ട് റഹീം പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഉമ്മാട് പറഞ്ഞത്, അൽഹംദുലില്ലാ, പടച്ച റബ്ബിന് സ്തുതി, എൻ്റെ പൊന്നാരുമ്മ, ഉമ്മാനെ ഞാൻ കാണാൻ വരും, ദുആ ചെയ്യൂ ആയുസിന് വേണ്ടിയിട്ട്. നോക്ക്, ജയിലിൽ നിന്ന് വധശിക്ഷ ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടെങ്കിലും അള്ളാഹു വിധിച്ചെങ്കിലും ഇങ്ങോട്ട് എത്തുള്ളൂ എന്നുള്ള ബോധ്യമുള്ള ഒരാളാണ്. സുന്നത്ത് നോമ്പെടുക്കുന്ന ഒരു കുടുംബം, ആ ഉമ്മ ഫാത്തിമ ഉമ്മ, ആ ഉമ്മയുടെ കണ്ണുനീരിലെ സന്തോഷങ്ങൾ നോക്കിങ്ങള്. ആ റഹീം ജയിലിൽ നിന്ന് വിളിച്ച് പറയാണ്, ഉമ്മ ഞാൻ എത്തും ഇൻഷാ അല്ലാ. ഉമ്മാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കുടുംബക്കാർക്കൊക്കെ ആ റഹീം വിളിച്ചു. ആ ഉമ്മയുടെ വാക്കുകളൊന്ന് കേൾക്ക്. മോനെ വിളിച്ചിന് എല്ലാം കഴിച്ചില്ലായെന്ന് പറഞ്ഞാൽ അതേമാതിരി എൻ്റെ കുട്ടി എടുത്ത് കെത്തി കണ്ടാട്ട മക്കളെ എന്നാലല്ല എനിക്ക് സമാധാനമില്ല. കുട്ടി വന്ന് കണ്ടാൽ ഞാൻ പറയാൻ സന്തോഷിച്ചിരുന്നില്ല. അല്ല നിങ്ങൾക്കത് പറഞ്ഞിട്ട് കേൾക്കണി, എൻ്റെ ഉള്ളിൽ കടക്കണില്ല. അപ്പൊ ആ ഉമ്മയുടെ മനസ്സിലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. കുടുംബക്കാരും ആ നിയമസഹായ സമിതിക്കാരൊക്കെ പറയുന്നതാണ് മലയാളികൾ മുഴുവനും ഒരുമിപ്പിച്ചതിന്റെ സന്തോഷം. ഒരുപാട് പേര് പാരവെക്കാൻ ശ്രമിച്ചു. അതിൽ പ്രശസ്തരും പ്രഗത്ഭരൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകളൊന്നും സഹായത്തിന് വേണ്ടിയിട്ട് പലരെയും സഹായിക്കുന്ന ആളുകളൊന്നും ഒക്കെ കൈമലർത്തിയേ, അത് ജയിലിൽ കിടക്കുന്ന ഒരാളല്ലേ, കൊന്ന ഒരാളല്ലേ. പക്ഷേ അവന്റെ കയ്യിൽ അബദ്ധം പറ്റിയതാ. 2006 ഡിസംബർ 25-നാണ് ഇങ്ങനെ ഒരു വധശിക്ഷ വിധിക്കുന്നത്, ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അന്ന് മുതൽ ഒരിക്കൽ പോലും ജയിലിൽ നിന്ന് മോചനം കാത്തിട്ട് റഹീം കരുതിയിട്ടുണ്ടാവോ, എൻ്റെ ജീവിതം അവസാനിച്ച റബ്ബേ, ഇത്രയും വലിയ തുകയൊന്നും അവർക്ക് കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് കരുതിയിട്ട് ജയിലിൽ കഴിയുമ്പോൾ പടച്ച റബ്ബ് ഒരു തീരുമാനം വെച്ചിട്ടുണ്ടാവും. ആ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ, അത് നല്ലതായാലും നമുക്ക് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അള്ളാഹു നമുക്ക് നൽകുന്നതൊക്കെ നല്ലതാണ് എന്നുള്ളതാണ് ശരിയായ വിശ്വാസം. അതാണ് ഹൈറായ വിശ്വാസം. നമ്മുടെ മനസ്സിനിങ്ങനെ തോന്നുന്നതൊക്കെ നല്ലതാണ് ചീത്തതാണെന്ന്. അതാ ജയിലിൽ നിന്ന് വധശിക്ഷയും കാത്തു കിടക്കുന്ന ഒരു മനുഷ്യൻക്ക് അള്ളാഹു ഒരു 2ാം ജന്മം കൊടുക്കുകയാണ്. ആ 2ാം ജന്മത്തിന്റെ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. കൊടുക്കാനുള്ള ബ്ലഡ് മണി കൊടുത്തു, അതേപോലെ വക്കീലിന് കൊടുക്കാനുള്ള കോടികൾ കൊടുത്തു, അതിലൊക്കെ ഒഫീഷ്യലായിട്ട് ഒപ്പുവെച്ചു. ഇവനെ കോടതിയിൽ ഹാജരാക്കി. ഇന്നലെ ഇതാ കോടതി പറയുന്നു, ക്രിമിനൽ കോടതി പറയുന്നു, ഇനി മുതൽ വധശിക്ഷ ഇല്ല, നിന്റെ വധശിക്ഷ റദ്ദാക്കി. ഇനി വേണ്ടത് അവനെ വീണ്ടും ഹാജരാക്കിയിട്ട് കൈമാറാനുള്ള ഡേറ്റ് തീരുമാനിക്കുക. അവർ പറയുന്നത് 20 ദിവസം കൊണ്ട് ഇവിടെ എത്തുന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അല്ലാഹു ആ പൊന്നുമോൻ ഉമ്മയെ കാണാനുള്ള ഒരായുസും തൗഫീഖും അള്ളാഹു കൊടുക്കട്ടെ. നമ്മുടെ വിസാൽ മൂലിയുടെ കുടുംബം ആ ഉമ്മാക്കും മോൻക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിന്റെ നിയമസഹായ സമിതികളും കുടുംബക്കാരും നാട്ടുകാരൊക്കെ പറയുന്നത് ഇതാണ്. വധശിക്ഷ റദ്ദ് ചെയ്തവരിനുള്ള രേഖയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ക്യാഷ് കുടുംബത്തിന്റെ വക്കീലിന് ക്യാഷ് കൈമാറിയിട്ടുണ്ട്. ഇനി അടുത്ത സിറ്റിങ്ങോട് കൂടി ഏകദേശം രൂപവും വരുന്ന ഡേറ്റൊക്കെ ആവും എന്നുള്ളത് തന്നെയാണ്. വലിയൊരു എന്താ പറയുക, വലിയൊരു വിഷയത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. വധശിക്ഷ എന്നായിരുന്നു, അതിൽ നിന്ന് റദ്ദ് ചെയ്ത രേഖയിൽ ഒപ്പുവെച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാം ഇപ്പോഴായിട്ടുണ്ട്. ഈ വാർത്ത കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് കാത്തിരുന്നതിന്
ഒരു വിരാമമിട്ടുകൊണ്ട് ഒരു കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം വലിയ ഒരു റിസ്ക് ആയിരുന്നു ഞങ്ങൾ ഏറ്റെടുത്തിരുന്നത്. നമ്മുടെ മുഴുവൻ ആളുകളുടെയും സജീവമായ സഹകരണം കൊണ്ടാണ് ഇത്രയും വലിയൊരു ധനം സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ആദ്യമായി സഹകരിച്ച മുഴുവൻ ആളുകളോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റഹീം നാട്ടിലെത്തുമ്പോൾ തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശിക്ഷ ഏതായാലും റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ റിലീസിംഗ് ഉത്തരവ് ആയി വരേണ്ടതായിട്ടുണ്ടാവും. ആ റിലീസിംഗ് ഉത്തരവായാൽ ഉടനെ തന്നെ ഇന്ത്യൻ എംബസിയെ സൗദി ഗവൺമെൻറ് അറിയിക്കുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വളരെ സജീവമായ 1 രൂപ മുതൽ 1 കോടി രൂപ വരെ സംഭാവന ചെയ്ത ആളുകൾ സംഭാവന സഹകരിച്ച ആളുകൾ ഇതിനോടൊപ്പമുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളെയും ഇതുമായി സഹകരിച്ച നാട്ടിലെയും പുറത്തും വിദേശത്തുമൊക്കെയുള്ള ആളുകളോട് നന്ദി അറിയിക്കാനാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. സൗദിയിൽ നിന്ന് വിളിച്ചിരുന്നു, അവരെന്താണ് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ? സൗദിയിൽ നിന്ന് ഇന്ന് വിധി പ്രഖ്യാപിച്ചതിന് ശേഷം അത് ബന്ധപ്പെട്ട ഈ കുടുംബം കൊടുത്തിട്ടുള്ള പൗറവറ്റോണി സിദ്ദീഖ് തുവൂരും അതുപോലെ തന്നെ സൗദി റിയാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിയമസഭാ സമിതിയുടെ ഭാരവാഹി അഷ്റഫ് വേങ്ങാടും അതുപോലെ തന്നെ അവിടെയുള്ള ബന്ധപ്പെട്ടവരൊക്കെ ഇന്ന് കുടുംബവുമായും ഇവരെ സഹോദരങ്ങളുമായൊക്കെ ഈ വിധിക്ക് ശേഷം സംസാരിച്ചിരുന്നു. അതോടൊപ്പം റഹീം തന്നെ നേരിട്ട് സഹോദരനുമായും സഹോദരിയുടെ മകനുമായും ഉമ്മയുമായും സംസാരിച്ചു. റഹീം കുടുംബത്തിനോട് നേരിട്ട് നന്ദി പറഞ്ഞു, സന്തോഷം രേഖപ്പെടുത്തി. ഏറ്റവും സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് കുടുംബവും ഉമ്മയും ഞങ്ങളെ നിയമസഹായ സമിതിയും ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ളത് മാധ്യമങ്ങളാണ്. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ഞങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി സഹായം ലഭിക്കുവാനും ഏറ്റവും കൂടുതൽ സഹായിച്ചത് മാധ്യമ സുഹൃത്തുക്കളാണ്. ഈ മാധ്യമ സുഹൃത്തുക്കളോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്താണ് പറയാനുള്ളത്? ഓക്കെ, വളരെ സന്തോഷമുണ്ട്. നല്ലൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇതിന് സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ വലിയ സന്തോഷം തന്നെയാണ് ഈ ഒരു കാഴ്ച. കാരണം ഒരിക്കൽ പോലും അപ്രാപ്യമാണെന്ന് കരുതിയ, നടക്കില്ലെന്ന് കരുതിയ ഒരു കാര്യം കഴിഞ്ഞ റമദാന്റെ സമയത്തിൽ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കിയിട്ട്, സുതാര്യമായ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട്, ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഇത്രയും വലിയ 35 കോടി രൂപ മലയാളിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. പലരും പാര വെച്ചോക്കി. ഒരു കൊലപാതകി രക്ഷിക്കാനാണ് ചെയ്യുന്നത്. ഒരാളെ കൊന്ന ഒരാൾക്ക് ശിക്ഷ കൊടുക്കാതെ പണം കൊടുത്തിട്ട് ശിക്ഷയിൽ നിന്ന് ഇല്ലാതാക്കുന്ന സർക്കാരാണ്. ഇങ്ങനെ സൗദി സർക്കാർ വിമർശിക്കുന്ന ഒരു കൂട്ടരുണ്ടായി. ഇതൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മറുകൂട്ടർ. ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടാക്കി. ആ കൊല്ലപ്പെട്ട അറബി കുടുംബത്തിന് പണം ചോദിച്ചിട്ടില്ല. അവർ പള്ളി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇതൊക്കെ നിയമസഹായ സമിതിക്കാരെ ആളാവാൻ വേണ്ടിയും പറ്റിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരിൽ നിന്ന് പോലും ഉണ്ടായി. അത്തരം കുൽസ്ഥിത ശ്രമങ്ങൾക്കൊക്കെ ഉള്ളിലാണ് അള്ളാഹു വിജയം കൊടുത്തിട്ടുള്ളത്. അതാണ് വലിയ സന്തോഷം. എന്ത് കാര്യം ഉണ്ടാകുമ്പോഴും ഉണ്ടാവും അതിൻ്റെ ഒക്കെ ഒരു മറുഭാഗം. അത് ഒരാളെ തളർത്താനാവരുത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ്റെ ഒരു കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് പർവ്വതീകരിച്ച് നശിപ്പിക്കുന്നതിന് പകരം ഓൻ്റെ നന്മ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതൊരു പാവം ഹൗസ് ഡ്രൈവറായിട്ട് പോയതാ, കൊല്ലണം എന്ന് കരുതിയിട്ട് കൊന്നതല്ല. പക്ഷേ അങ്ങനെ ഒരു കയ്യബദ്ധം ആ പൊന്നുമോന്റെ കയ്യിൽ പറ്റി. അവനൊരു തുപ്പി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് തടയാൻ ശ്രമിച്ചതാണ്. ആ ഒരു ശ്രമം അവൻക്ക് ശ്വാസം എടുക്കുന്ന കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന ആ ഉപകരണം കയ്യിൽ നിന്ന് പോവുകയും അത് ഇവൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയണത്. ആ ഒരു നന്മ കയ്യിലുള്ളത് കൊണ്ടാണ് ഈ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇനി ഇതേപോലെ യമനിൽ കഴിയുന്ന മറ്റൊരു സ്ത്രീ നിമിഷപ്രിയ, അതും ഇതുപോലെ അവർക്കൊക്കെ വേണ്ടിയിട്ട് എത്ര പെട്ടെന്നാണെന്നറിയോ ആ ഒരു ക്യാഷ് എംബസിക്ക് കൈമാറാനുള്ള നിയമങ്ങളൊക്കെ റെഡിയായി. ഇവിടെ അബ്ദുറഹീമിന്റെ കാര്യത്തിൽ 34 കോടി രൂപ പിരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ആ കാശ് എംബസിക്ക് കൈമാറാനുള്ള അതിന്റെ നൂലാമാലകളൊക്കെ തീർന്നു കിട്ടിയത്. നിമിഷപ്രിയയുടെ കാര്യത്തിലാകുമ്പോൾ അത് വേഗത്തിലായി. അവർക്ക് എത്ര തുടക്കത്തിൽ 3 കോടി രൂപ എങ്ങാനും സമാഹരിക്കാനാണ് പറഞ്ഞുള്ളത്. പക്ഷേ നിമിഷപ്രിയെ പോലെയുടെ ഒരു അവസ്ഥ അല്ല, ആക്സിഡന്റലി സംഭവിച്ച ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും ഒരുപോലെ കാണരുത്. നമ്മുടെ ആഗ്രഹം ഏത് ഉമ്മയാണ്, നിമിഷപ്രിയയുടെ അമ്മയാണെങ്കിലും പത്മകുമാരി ആണെങ്കിലും റഹീമിന്റെ ഉമ്മ ഫാത്തിമയുമ്മയാണെങ്കിലും ഉമ്മമാരുടെ മനസ്സൊക്കെ ഒന്ന് തന്നെയാണ്. മക്കൾ നിരപരാധികളാണ്, മക്കൾ ജയിൽ മോചിതരായിട്ട് വരണം തന്നെയാണ് ആഗ്രഹം. വിസാൽ മേറിയുടെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ്. ആ നിമിഷപ്രിയയും മോചിതരാവട്ടെ. പക്ഷെ രണ്ടും ഒരുപോലെയാണെന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ട്. റഹീമിന്റെ മോചനത്തിന് മലയാളി ഒന്നിച്ചെങ്കിൽ എന്തുകൊണ്ട് നിമിഷപ്രിയക്ക് വേണ്ടി ഒരു 3 കോടി കൊടുത്തുകൂടാ? പലരും അതിനു വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. കൊടുക്കട്ടെ, വിജയ് നാട്ടിൽ വരട്ടെ. പക്ഷെ 2 കേസും ഒരുപോലെയാണെന്നും ഒരേ സ്വഭാവമാണെന്നും പറയരുത്. രണ്ടിലും മർഡർ നടന്നിട്ടുണ്ടെങ്കിലും ആ മർഡറിന്റെ സ്വഭാവം, അതിന്റെ രീതി, അതിന്റെ ഗൂഢാലോചന, അതിന്റെ വ്യാപ്തിയൊക്കെ നിയമത്തിൽ പോലും ഡിഫറൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ റഹീമിന്റെ മോചനം ഒരു സാധ്യതയ്ക്ക് ഏറെയും അനുകൂലമായിരുന്നു.
അള്ളാഹു ആ കുട്ടിക്ക് ഒരുപാട് ഭാഗ്യം വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ വിധി ഇങ്ങനെയാണ്, 18 കൊല്ലം ചെയ്ത തെറ്റിനുള്ള അബദ്ധത്തിലാണെങ്കിലും ഒരാളെ ജീവൻ എടുത്തുള്ള ശിക്ഷ കിട്ടി. 18ഓളം കൊല്ലാണ് ജയിലിൽ കടന്നത്. പിന്നെ അവിടുന്ന് വിളിക്കാനും മറ്റൊക്കെ സൗകര്യം, നിമിഷപ്രിയക്കാണെങ്കിലും സൗകര്യമാണ്. നിമിഷപ്രിയ യമനിലാണ്, ഇയാൾ സൗദിയിലെ റിയാദിലാണ്. ഏതായാലും അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു വരവ്. ഇനി ഇതിനെയും വർഗീയമായിട്ട് ആയുധാക്കണവരുണ്ടായിരിക്കാം. അവിടെ ഇല്ലാത്ത കെട്ടുകഥകൾ, ഇതൊക്കെ നിയമസഹായ സമിതിക്ക് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ആരോപണങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുക്കാതിരുന്നാൽ മതി. ഏതായാലും ആ ഉമ്മാനെ വന്നിട്ട് മകൻ കാണുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ മലയാളികൾ ആഗ്രഹിക്കുന്നത്, കാത്തിരിക്കുന്നത്. ഞാൻ ഉമ്മാന്റെ മനസ്സിൽ കൂടെ അങ്ങനെ പോയി. അപ്പൊ ഉമ്മ അങ്ങനെ കാത്തിരിക്കണം, റബ്ബ 20 ദിവസം ഒന്ന് വേഗം തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മോനൊന്ന് വന്നിട്ട് മരിച്ചാൽ മതി എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അള്ളാഹു ആ ഉമ്മക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അതോടൊപ്പം നമ്മൾ ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏത് മേഖലയിൽ അറിയപ്പെടുന്ന ഒരാളാണെന്ന് ചോദിച്ചത് മുഫസ്സിറാണ്. മുഫസ്സിറുകളുടെ നേതാവ് എന്ന് അറിയപ്പെടുന്ന ഒരാളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, മമ്പുറം തങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്നതാണ് ചോദ്യം. മമ്പുറം തങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മുടെ കോഴിക്കോട്ടേക്ക് എത്തിയത്? ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.